BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ ഇപ്പൊ എയറിലായി. വാര്യർ ചെല്ലുന്നിടത്തൊന്നും ആർക്കും അത്ര മതിപ്പില്ല. പ്രതീക്ഷിക്കുന്ന സ്വീകാര്യത ലഭിക്കുന്നില്ല. KPCC ഓഫീസിൽ കഴിഞ്ഞ ദിവസം എത്തിയ സന്ദീപിന് പ്രതീക്ഷിച്ചത്ര സ്വീകരണം ലഭിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന നേതാക്കളിൽ പലരും കണ്ടമട്ട് പോലും ഭാവിച്ചില്ല. ഇതോടെ വിഷണ്ണനായി സന്ദീപ്. പാർട്ടി വേദികളിൽ അടക്കം സന്ദീപിന് പരിഗണന കിട്ടുന്നില്ല. മാത്രമല്ല, പാർട്ടിയിൽ ചേർന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ല. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒറ്റപ്പാലം നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ സീറ്റും കൊടുക്കാമെന്ന വാഗ്ദാനത്തിലാണ് സന്ദീപിനെ കോൺഗ്രസ് തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചതെന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ സന്ദീപ് ഡൽഹിയിൽ നിന്നും ഉറപ്പു വാങ്ങിയെന്ന വിധത്തിൽ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. KPCC പുനഃസംഘടനയോടെ സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന് പറയുന്നെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ്. കാരണം മുതിർന്ന നേതാക്കൾക്കൊന്നും അതിൽ താല്പര്യമില്ല. അവരൊക്കെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സന്ദീപ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏത് പദവി തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് സന്ദീപ് വാര്യർ അറിയിച്ചത്. സജീവ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതിനാൽ തീരുമാനം വൈകരുതെന്നും അറിയിച്ചിരുന്നു. അതേസമയം ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയുടെ 180 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിന്റെ 22 അംഗ ജനറൽ സെക്രട്ടറി പദവി കൊടുക്കുന്നത് എന്തിനെന്ന ചോദ്യം മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനം കാലങ്ങളോളം പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്കാണ് നൽകുന്നത്. അതുകൊണ്ട് ഇന്നലെ വന്ന സന്ദീപിന് ഈ സ്ഥാനം നൽകുന്നതിൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് ഭേദമന്യേ കടുത്ത എതിർപ്പുണ്ട്. പദവി വൈകുന്നതിന് സൈബറിടത്തിൽ BJPക്കാർ കളിയാക്കുന്നുണ്ട്. ഇക്കാര്യം നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സന്ദീപ് പറയുന്നത്. BJPയിൽ നിന്നും CPMൽ നിന്നും വരുന്നവർക്ക് മികച്ച പദവി കൊടുക്കുക എന്ന വിധത്തിലാണ് KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ പുതിയ നയം. ഈ നയത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദീപിന് ജനറൽ സെക്രട്ടറി പദവി കൊടുക്കാമെന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ശക്തമായ നേതൃനിരയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് മറ്റു പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ആവശ്യം ഇല്ലെന്നാണ് പല മുതിർന്ന നേതാക്കളും പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു സന്ദീപിന്റെ കോൺഗ്രസ് രംഗപ്രവേശം. ദീപാദാസ് മുൻഷി, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ നിരവധി പ്രമുഖ നേതാക്കളാണ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത്. ഏതായാലും തൃശങ്കു സ്വർഗത്തിലാണ് സന്ദീപ്. ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതുമില്ല. ഈ അവസ്ഥയിലാണ് പാവം സന്ദീപ്.